നമുക്ക് ഇടുക്കിയിലേക്കൊന്ന് പോകാം. ഇടുക്കിയിൽ ഇന്നലെ സീ പ്ലെയിൻ പറന്നിറങ്ങി. എന്നാൽ ഈ പദ്ധതിക്ക് തടസ്സവാദം ഉന്നയിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. സീ പ്ലെയിൻ പദ്ധതിക്ക് മാത്രമല്ല, ഇതിനു മുമ്പും നിരവധി തവണ ഇടുക്കിയുടെ ആകാശ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞിട്ടുണ്ട് വനംവകുപ്പ് എന്നാണ് ആക്ഷേപം. സന്ദീപ് രാജാക്കാടിന്റെ റിപ്പോർട്ടിലേക്ക്. സീപ്ലെയിൻ പദ്ധതിയുടെ പരീക്ഷണ പറക്കലൊക്കെ കഴിഞ്ഞ ദിവസം വിജയകരമായി പൂർത്തീകരിച്ചു. പക്ഷേ ആ പദ്ധതി യാഥാർത്ഥ്യമാകുമോ എന്നത് കണ്ടറിയണം. കാരണം ഇതിനു മുമ്പും നിരവധി പരീക്ഷണ പറക്കലുകൾ ഇടുക്കിയിൽ നടന്നിട്ടുണ്ട്. ആ പദ്ധതിയൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സം നിൽക്കുന്നത് വനംവകുപ്പ് തന്നെയാണ്. ഇപ്പോൾ സീപ്ലെയിൻ പദ്ധതിക്കും വിനോദസഞ്ചാരത്തിന്റെ അനന്തമായ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കിയിൽ മുമ്പും പരീക്ഷണ പറക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. 2020 DTPCയും ബോബി ചെമ്മണ്ണൂറും ചേർന്ന് മൂന്നാറിലേക്ക് കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ സർവീസ് എന്ന പദ്ധതി കൊണ്ടുവന്നു. മാർച്ചിൽ പരീക്ഷണ പറക്കൽ നടത്തി. 3500 രൂപ മുടക്കിയാൽ കൊച്ചിയിൽ നിന്നും ആകാശ കാഴ്ചകൾ ആസ്വദിച്ച മൂന്നാറിലേക്ക് എത്താൻ കഴിയുന്നതായിരുന്നു പദ്ധതി. പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിച്ചു. പക്ഷേ വനംവകുപ്പ് വിലങ്ങുതടിയായി. ഹെലികോപ്റ്ററിന്റെ ശബ്ദം വന്യമൃഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പദ്ധതിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. അങ്ങനെ ആ പദ്ധതിയും പരീക്ഷണ പറക്കലിൽ അവസാനിച്ചു. മറ്റൊരു പ്രധാന പദ്ധതിയായിരുന്നു സത്രം എയർ സ്ട്രിപ്പ്. അവിടെയും പരീക്ഷണ പറക്കലൊക്കെ പൂർത്തീകരിച്ചു. പക്ഷേ ഇപ്പോഴും വനം വകുപ്പിന്റെ പിടിവാശിയിൽ ആ പദ്ധതി യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ്. 2017 സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 2022 ഡിസംബറിൽ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിച്ചു. പക്ഷേ ഈ പദ്ധതിക്കും വിലങ്ങുതടി വനം വകുപ്പാണ്. 90% നിർമ്മാണവും പൂർത്തീകരിക്കുന്നതുവരെ വനം വകുപ്പ് അനങ്ങിയില്ല. ഇപ്പോൾ 400 മീറ്റർ റോഡ് വനഭൂമിയിലൂടെയാണെന്ന വാദമാണ് വനം വകുപ്പിൻ്റേത്. പ്രതിവർഷം 1000 NCC കേഡറ്റുകൾക്ക് പരിശീലനം നൽകാൻ കഴിയുന്ന വലിയ പദ്ധതിയാണ് വനം വകുപ്പിന്റെ ഇടപെടലിൽ മുടങ്ങിക്കിടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ സീപ്ലെയിൻ മാട്ടുപ്പെട്ടിയിൽ പറന്നിറങ്ങിയപ്പോൾ പതിവ് പോലെ ആശങ്കയറിയിക്കാൻ വനം വകുപ്പ് മറന്നില്ല. മേഖല ആനകളുടെ വിഹാര കേന്ദ്രമാണെന്നും അവയ്ക്ക് തിരിച്ചടിയാകുമെന്നുമാണ് സീപ്ലെയിൻ പദ്ധതിക്കെതിരെ ഇപ്പോൾ വനം വകുപ്പ് ഉയർത്തുന്ന വാദം. വനമേഖലയല്ലാത്ത പ്രദേശങ്ങളിൽ കാട്ടാനകളെത്തി തമ്പടിക്കുമ്പോൾ അവയെ കാട്ടിലേക്ക് തുരത്തുന്നതിനു പകരം അവിടെ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുകയാണ് വനംവകുപ്പ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സീപ്ലെയിൻ പദ്ധതിയുമായി വരുമ്പോൾ അതിനെതിരെ വനംവകുപ്പ് ഉയർത്തുന്ന ആശങ്ക. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. സമരമൊക്കെ മറന്നുപോയോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. മറന്നിട്ടൊന്നുമില്ല. അതാ സമരം ഇനിയിപ്പോൾ വനംവകുപ്പ് മാത്രമല്ല, CPIയുടെ ഭാഗത്ത് നിന്ന് ആഞ്ചലോസിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിരുന്നില്ലേ. സമരമൊന്നും നടക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പദ്ധതികളും വികസന സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിച്ച് വേണ്ടേ സർക്കാർ മുന്നോട്ട് പോകാൻ. ആ ഒരു ആശയമുള്ളവരുണ്ടെങ്കിൽ ആ ആശയം കൂടി ഒന്ന് പങ്കുവയ്ക്കൂ.